എന്താണ് ഫ്രീഡം? വാട്ട് ഈസ് ഫ്രീഡം? ഫൈറ്റ് ക്ലബിലാന്ന് തോന്നുന്നു പറയുന്നത്, ലൂസിങ് ഓൾ ഹോപ്പ് ദാറ്റ് ഈസ് ഫ്രീഡം. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്നിടത്താണ് ഫ്രീഡം ആരംഭിക്കുന്നത്. പ്രതീക്ഷയും ആഗ്രഹങ്ങളും എല്ലാം തീരുന്നു, നമുക്ക് ഫ്രീഡം കിട്ടും. സത്യത്തിൽ അത് കറക്റ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കൊന്നും വേണ്ടാത്തൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊരു കാർ വേണ്ട, അല്ലെ വലിയ ബൈക്ക് വേണ്ട, നല്ല വാച്ച് വേണ്ട, അല്ലെങ്കിൽ വലിയൊരു വീട് വേണ്ട. ഇതൊന്നും ആവശ്യമില്ലാതിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി എനിക്ക് ആഗ്രഹമുള്ള കാര്യം പോലും ആഗ്രഹമില്ലാതിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതായത് ഇതൊക്കെ നമ്മൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ അതൊരു തരം ഭയങ്കര ക്ലട്ടറായിട്ട് മാറും. ഫിസിക്കലി തന്നെ ഒരു ക്ലട്ടറായിട്ട് മാറും. ആ ഫിസിക്കലായിട്ട് ക്ലട്ടറായിട്ട് മാറുന്ന സാധനങ്ങളൊക്കെ തന്നെ പിന്നീട് മെന്റലിയും നമുക്കൊരു അലങ്കോലം ഉണ്ടാക്കും. ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും സ്വതന്ത്രനായ മനുഷ്യൻ, ഏറ്റവും ഫ്രീഡം ഉള്ള മനുഷ്യൻ, എല്ലാം ഉള്ള മനുഷ്യനല്ല, എല്ലാ കാര്യങ്ങളും ഉള്ള ആളല്ലേ ഏറ്റവും ഫ്രീ ആയിട്ടുള്ള ആള്. ഏറ്റവും ഫ്രീ ആയ മനുഷ്യൻ ഒന്നും ആഗ്രഹിക്കാത്തവനാണ്. ലൈക് ഡയോജനിസ് പിന്നെ പറയാം. എൻ്റെ ആഗ്രഹം ഒന്നിനോടും ആഗ്രഹം തോന്നാതിരുന്നെങ്കിൽ എന്നാണ്. എൻ്റെ ആഗ്രഹം അതാണ്, ഒന്നിനോടും ആഗ്രഹം തോന്നാതിരുന്നെങ്കിൽ എന്ത് തന്നായിരുന്നു. പക്ഷെ എന്നാലും എന്തിനോട് ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഈ മെറ്റീരിയൽ തിങ്സിനോട് അമിതമായിട്ട് അടുത്ത് പോയാൽ സത്യത്തിൽ അപ്പം നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഒന്നിൻ്റെയും കൺട്രോളിലാവാൻ എനിക്ക് സത്യത്തിൽ താല്പര്യമില്ല. താല്പര്യമുള്ള കാര്യം, അതായത് എനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റണം. എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് എനിക്കിഷ്ടമുള്ളിടത്ത് പോയിരിക്കാനോ, എനിക്കിഷ്ടമുള്ളത് ചെയ്യാനോ, എനിക്കിഷ്ടമുള്ള മനുഷ്യരുടെ കൂടെ ജീവിക്കാനോ, ഇതിനപ്പുറമുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള വേറൊന്നും എനിക്കൊരു പുല്ലുമല്ല. അതായത് ഈ നല്ല വാച്ചോ നല്ല കാറോ വലിയ വീടോ കാറോ ലക്ഷറി ഐറ്റംസോ ഒന്നും മോശമെന്നല്ല, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അവ സ്വന്തമാക്കാനായിട്ട് ഞാൻ പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് മാറി നടക്കാൻ പറഞ്ഞാൽ പോലും എനിക്ക് പാടാണ്. ഞാൻ പോകുന്ന വഴി ഇതൊക്കെ ഉണ്ട്, കിട്ടിയ നല്ല കാര്യം, ഗുഡ് ആൻഡ് ഫൈൻ, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മൾ പോണ വഴി മാറ്റി ഈ മെറ്റീരിയൽ തിങ്സിന് വേണ്ടി പോകുന്നത് ഒരുമാതിരി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇപ്പം നല്ല സാധനങ്ങൾ കിട്ടിയാൽ എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, നല്ലതാണ്, അതിനോട് ഒരു ഇഷ്ടക്കേടുമില്ല, നല്ലതാണെന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഒരു കാര്യത്തെ ആസ്വദിക്കുന്നതും അതിനോട് അമിതമായി അടുത്തു പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതേ ഉള്ളൂ.